അല്ല, BJP നിഴലിനോട് യുദ്ധം ചെയ്യുന്നത് നിർത്തണം. എന്നിട്ട് യാഥാർത്ഥ്യങ്ങൾ അംഗീകരിക്കാൻ തയ്യാറാവണം. കണ്ണുള്ളവരെല്ലാം കണ്ടതാണ്, കാഴ്ചയുള്ളവരത് മനസ്സിലാക്കിയതാണ്. അത് കണ്ട ഒരാളുടെ മുമ്പിൽ, യാഥാർത്ഥ്യങ്ങൾ അത്രത്തോളം കണ്ട ഒരാളുടെ മുമ്പിൽ പിന്നെ മറിച്ച് പറയും, ആക്ഷേപങ്ങൾ ഉന്നയിക്കുകയും മാധ്യമപ്രവർത്തകർക്കെതിരെ പറയും, വാർത്ത കൊടുത്തവർക്കെതിരെ പറയും, പൊട്ടിത്തെറിക്കുകയൊക്കെ ചെയ്തിട്ട് കാര്യമുണ്ടോ? നമ്മളെല്ലാവരും കണ്ടതല്ലേ ആ വിഷ്വൽസ് കണ്ടതിനോടുള്ള പ്രതികരണങ്ങളിൽ പറഞ്ഞ കാര്യങ്ങൾ. ഒരു പരിചയമില്ല എന്ന് പറഞ്ഞു, പ്രചരണത്തിന് മുമ്പുള്ള വേറെ ഒപ്പം നിൽക്കുന്ന ഫോട്ടോ വീഡിയോ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കണ്ടു. ആ കാറിൽ തന്നെ ഇരിക്കുന്നതായിട്ടും ഒപ്പമുള്ള വാഹനങ്ങൾ സഞ്ചരിക്കുന്നതായിട്ടൊക്കെയുള്ള വീഡിയോസും ഫോട്ടോസും ഒക്കെ കണ്ടു. അതെല്ലാം കണ്ടത് വാർത്തയാക്കിയതും കണ്ടത് വിശ്വസിച്ചവരുമായിട്ടുള്ള ജനങ്ങളെ, അവരുടെ സാമാന്യ ബുദ്ധിയെ വീണ്ടും വെല്ലുവിളിക്കാൻ ശ്രമിക്കുകയാണ്. അതൊരു അജണ്ടയല്ല. അവരെ നടപ്പിലാക്കിയ ഒരു കാര്യം ഒന്നേ ദൃശ്യത്തിൽ പതിഞ്ഞുള്ളൂ. ആ പതിഞ്ഞത് പുറത്തു വന്നു. ഞാൻ ഇന്നലെ പറഞ്ഞത് ആവർത്തിക്കുന്നു, അവരുടെ പണത്തെയും BJPയെയും രണ്ടും പാലക്കാട്ടെ ജനങ്ങൾ തിരസ്കരിക്കുമെന്ന കാര്യത്തിന് സംശയം വേണ്ട. പാലക്കാടിൻ്റെ ആത്മാഭിമാനം വിൽപ്പനയ്ക്ക് വെച്ചിട്ടില്ല. പാലക്കാട് രമേശ് പിഷാരടി നല്ല ഭൂരിപക്ഷത്തിൽ, 5 അക്ക ഭൂരിപക്ഷത്തിൽ രമേശ് പിഷാരടി കേരളത്തിൻ്റെ നിയമസഭയിലേക്ക് എത്തുമെന്ന് നിങ്ങൾ ഉറപ്പിച്ചോളൂ.